ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടീംമേറ്റ്സ് എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഹേസോങ് എക്സാമിൽ പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഈ എക്സാമിൽ നല്ല മാർക്കോട് കൂടി, അതായത് ഒരു റാങ്ക് 10-ലെങ്കിലും എത്തിയാലേ ഉള്ളൂ നമ്മുടെ ഹേസോങ്ങിന് സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഹേസോങ്ങിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുവ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഹേസോങ്ങിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് കേട്ടോ സുവ ഇപ്പോൾ ഹേസോങ്ങിനെ തന്നെ നോക്കി നിൽക്കുന്നത്. അലമാരയിൽ നിന്നിട്ട് 3 പേരും പുറത്തേക്ക് ചാടി വരുന്നുണ്ടല്ലോ. സുവ അത് കണ്ടിട്ട് ശരിക്കും ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാടാ ഹേസോങ്ങെ, നീ കാര്യങ്ങൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യും മര്യാദയ്ക്ക് എന്നൊക്കെ സുവ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കുറച്ച് നേരം പരിങ്ങി നിൽക്കുകയായിരിക്കും നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ. ഉടനെ തന്നെ സർപ്രൈസ് എന്നും പറഞ്ഞിട്ട് അലറിക്കൊണ്ട് നമ്മുടെ ആൻസൊക്കെ മുന്നോട്ട് വരും. ഞങ്ങളൊക്കെ ഇവൻ്റെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലുള്ള വർക്കേഴ്സാണെന്നും പറഞ്ഞിട്ട് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവർ ഞങ്ങളൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയും. ഈ നിലത്ത് കിടക്കുന്ന ആളെന്താ എണീക്കാത്തതെന്ന് സുവ ചോദിക്കുമ്പോൾ മിഞ്ചോങ് പറയുന്നുണ്ട് അവൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതും പറഞ്ഞിട്ട് അവിടെ കിടന്ന കുറച്ച് തുണിയൊക്കെ എടുത്തിട്ട് കൊയോങ്ങിൻ്റെ മേൽ അവൾ ഇടുന്നുണ്ട് കേട്ടോ. അല്ല, ഹേസോങ് ഓൾറെഡി ഈ റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്നത്, അപ്പം നിങ്ങളെങ്ങനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലമാരയ്ക്കകത്ത് കയറിയിരുന്നു? ഈ ഒരു ചോദ്യത്തിൽ ശരിക്കും അവർ പെട്ടു കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഹേസോങ് അവൻ്റെ അവസാനത്തെ അടവും ഇവിടെ എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ തല കറങ്ങി വീണതായിട്ട് അഭിനയിക്കും. നിങ്ങൾക്ക് തീരെ കണ്ണിച്ചോരയില്ലേ, ഈ സമയത്ത് ഇവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ടീംമേറ്റ്സൊക്കെ അവളെ കുറ്റപ്പെടുത്തും. എന്നിട്ട് മെല്ലെ നൈസായിട്ട് അവളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. നിലത്ത് കിടന്ന ഹേസോങ്ങിനെയും പൊക്കിക്കൊണ്ട് ഇവരവിടുന്ന് വേഗം മുങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എന്തൊക്കെയോ ഒരു പന്തികേട് അവൾക്ക് തോന്നുന്നുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി മിഞ്ചിയോങ് കിസ് ചെയ്ത് ആലോചിച്ചിട്ട് നമ്മുടെ കൊയോങ്ങിനാണെന്നുണ്ടെങ്കിൽ അവളോട് ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, അവൻ നേരെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ നീ എന്താണ് എന്നോട് നിൻ്റെ ക്ലാസ്മേറ്റിനോട് ബിഹേവ് ചെയ്യുന്ന പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ നിൻ്റെ സീനിയറാണ്, അത് നീ മറക്കരുത്, ഇനി മേലാൽ ഇമാതിരി വർത്തമാനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നിൻ്റെ തലമണ്ട അടിച്ച് ഞാൻ പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മിഞ്ചിയോങ് കൊയോങ്ങിൻ്റെ പ്രേമം മുളയിലേ നുള്ളിക്കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതുപോലും സത്യം പറഞ്ഞാൽ മിഞ്ചിയോങ്ങിൻ്റെ ഈ ഒരു പ്രതികരണം പോലും കൊയോങ്ങിന് റൊമാൻറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഉടനെ സുവ ഹേസോങ്ങിനെ പറ്റിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് നല്ല ഡൗട്ടുണ്ട് നമ്മുടെ ഹേസോങ്ങിൻ്റെ മേലിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ടേ അന്ന് രാത്രി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കണ്ടതും പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഒരു ഗാംബ്ലിംഗ് സൈറ്റിൽ പോയിട്ട് അവിടെയുള്ള ഗുണ്ടകളെയൊക്കെ അടിച്ചിട്ടിട്ട് ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഹേസോങ്ങിൻ്റെ വീട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് നല്ല പന്തികേട് തോന്നുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നിൻ്റെ വെറും തോന്നലാണെന്നും പറഞ്ഞിട്ട് മറ്റേ ടീച്ചർ സുവേനെ തിരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി കുടിച്ച് ബോധമില്ലാതെ നമ്മുടെ സുവ ഹേസോങ്ങിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് അവൻ്റെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവളെന്താ ഈ നേരത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നാണ് ഹേസോങ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ ശബ്ദം മാറ്റി സുവയെ അവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളിപ്പോൾ അവളുടെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് അമ്മേ സോറി, ഒന്ന് വാതിൽ തുറന്നേ, ഞാൻ ഇനി കുടിക്കില്ല, നേരം വൈകി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. അമ്മ പ്ലീസ്, ഐ ലവ് യു, ഒന്ന് വാതിൽ തുറന്നേന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടിട്ട് അവൻ നല്ല ചിരിയാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സുവയുടെ അമ്മ വന്നിട്ട് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഹേസോങ്ങിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് അവളൊരു നെയ്ബറാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്ന കാര്യം അറിയുന്ന ടീംമേറ്റ്സ് ഹേസോങ്ങിൻ്റെ ഒരു വിളിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതിരിക്കെ ഉടനെ തന്നെ ഹേസോങ് വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത പറയും അവന് റാങ്ക് 10 ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ ഹേസോങ് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ക്ലാസ് റൂമിൽ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ തവണയും നമ്മുടെ ഏനയ്ക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടുക, പക്ഷേ ഇത്തവണ നമ്മുടെ യൂജോങ്ങിനാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതാലോചിച്ചിട്ട് യൂജോങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമില്ല. കാരണം ഏന എന്ത് വിചാരിക്കും, അവൾക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ കരുതിയിട്ട് അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഹാപ്പിനെസ് മറച്ചു വെച്ചിട്ട് ഏനേനെ സമാധാനിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്.
ഹേസോങ് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഏനേൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവനിപ്പോൾ 100 സൈനും കിട്ടി. പിന്നെ അത് മാത്രമല്ല എക്സാമിനാണെങ്കിൽ നല്ല മാർക്കും ഉണ്ട്. ഇനി ലാസ്റ്റായിട്ട് വേണ്ടത് സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറിൻ്റെ, അതായത് പ്രസിഡൻറ്റിൻ്റെ സൈനാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കായിരിക്കും, സെക്കൻഡ് റാങ്ക് കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ. അപ്പോൾ അവളുടെ അടുത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവൾ പറയും എൻ്റെ ഡെസ്കിൽ കൊണ്ടുപോയി വെച്ചോന്ന്. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നീ ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കെന്താ ചെവി കേട്ടൂടെ, നീ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. ആ ഒരു സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അവളുടെ അമ്മയാണത്. നീ എത്രയും പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വന്ന് മീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോകുന്നത് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ടീംമേറ്റ്സ് എല്ലാവരും കൂടെ ഏനേനെ കൊണ്ട് എങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കോയോങ് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് പേപ്പർ പ്ലെയിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവളുടെ മുന്നിൽ നിന്ന് പറത്തി വിടുക. അത് കണ്ടിട്ട് അവൾക്ക് ഇമ്പ്രസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് സൈൻ ചെയ്ത് തന്നാലോ എന്ന്. അതേസമയം മിൻജിയോങ് പറയും അതൊന്നും വേണ്ട, നമുക്ക് ഗുണ്ടകളെ പോലെ വേഷം ഇട്ടിട്ട് അവളെ കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് സൈൻ ചെയ്യിക്കുകയെന്ന്. അത് കേട്ടിട്ട് ഹേസോങ് പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്തോളാം, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന്. അങ്ങനെ എല്ലാ കുട്ടികളും കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുമായിരിക്കും. ആ സമയത്ത് ഹേസോങ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു തരം ഇല ഇട്ടിട്ടുള്ള ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് കുടിക്കാനായിട്ട്. അതൊരു ഔഷധ ഗുണമുള്ള ഇലയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, ഇവനെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ പറയും ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല, എനിക്ക് വേറെ തന്നെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വെള്ളം കാണിച്ചു കൊടുക്കും. എന്തായാലും ഈ പ്ലാൻ ചീറ്റി പോയി എന്ന് മനസ്സിലാക്കിയിട്ട് മിന്നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഹേസോങ്. ഹേസോങ്ങിൻ്റെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ തന്നെ മിന്നിന് മനസ്സിലാവുന്നുണ്ട് ഇതിന് മുന്നേ ലവേഴ്സൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ഇൻ്റർവെല്ലൊക്കെ ആയ സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ നോട്ടീസ് ബോർഡിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ ഹേസോങ്ങിനെ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് കാണാം. ഇത് കാണുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് സുവ ടീച്ചറെയാണ്. ഹേസോങ് മുന്നേ പഠിച്ചു എന്ന് പറയുന്ന സ്കൂളിലേക്ക് അവൾ വിളിച്ചു നോക്കുന്നുണ്ട്. ഹേസോങ് ആ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വേറെ ആരില്ല, മിൻജിയോങ് ആണ് കേട്ടോ. മിൻജിയോങ് ആണ് ഫോൺ എടുത്തിട്ട് പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അവൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സുവേനെ ഇതിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും കേട്ടോ. ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് സുവ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഹേസോങ് അങ്ങോട്ടേക്ക് വരിക. ഹേസോങ്ങിനെ കണ്ട ഉടനെ തന്നെ അവൾ നമ്മുടെ ഹേസോങ്ങിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ലാപ്പിൽ നിന്ന് ക്ലോസ് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹേസോങ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറയും മാം ഞാനിവിടെ എൻ്റെ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവാനുള്ള ആപ്ലിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്ന്. ഉടനെ തന്നെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നമ്മുടെ സുവ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ഇതിലെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവനും മനസ്സിലാവുന്നുണ്ട് എന്തായാലും. അപ്പോൾ യൂജോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓഫീസ് റൂമിലേക്ക്. പക്ഷേ യൂജോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹേസോങ്ങിനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഉടനെ തന്നെ അവൻ എങ്ങനെയെങ്കിലും യൂജോങ്ങിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ചേട്ടൻ എന്തായാലും ഈ ഒരു മിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുകയും അതുപോലെ ഇതിൻ്റെ പിന്നാലെ നടക്കുകയൊക്കെ ചെയ്ത്. എന്തായാലും അത് നടക്കട്ടെ, പക്ഷേ അവിടെ വെച്ച് എന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്തേക്കരുത്, എന്നോട് ഇനി സംസാരിക്കാനും വന്നേക്കരുത് എന്നൊക്കെ പറയും. ശരിക്കും യൂജോങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും എന്തോ ഒരു വലിയ കാര്യം, അതായത് വീട്ടിൽ പാരൻസ് പോലും അറിയരുത് യൂജോങ് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏന ഇവരെ കുറേ നേരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഏനയ്ക്ക് നല്ല ഡൗട്ടുണ്ട് യൂജോങ്ങും ഹേസോങ്ങും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉള്ളതായിട്ട്. അവിടെ വെച്ച് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സുവ ഇപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് നമ്മുടെ ഹേസോങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കേട്ടോ. ഹേസോങ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറായിട്ട് ആ റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവർ പോകുന്ന സമയത്ത് സുവ പറയും നീ എന്താ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റൂമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പമ്മി നിൽക്കും. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള കീ ഈ ഒരു ക്ലോക്കിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവുക. എന്നാൽ കുറേ നേരമായിട്ടും ഹേസോങ് പുറത്ത് വരുന്നത് കാണാത്തതുകൊണ്ട് യൂജോങ്ങും ഏനയും കൂടെ ക്ലാസ് റൂമിലേക്ക് കയറി വരും കേട്ടോ. ഉടനെ തന്നെ അവൻ ആ ഒരു ക്ലോക്കിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും, കാരണം ആരോ കയറി വരുന്നതായിട്ട് അവന് മുന്നേ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത്തവണ ആരും പിടിക്കപ്പെടാതെ നമ്മുടെ ഹേസോങ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹേസോങ്ങിനെ ഡിന്നറിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഏന അവിടെ അവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. കൂടെ യൂജോങ്ങും ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇന്ന് രാത്രി എത്തിയും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിക്കാൻ വരുമോ, എൻ്റെ കൂടെ യൂജോങ്ങും ഉണ്ടാവുന്നു. പക്ഷേ യൂജോങ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവൻ്റെ മുന്നിൽ നിന്ന് എസ്കേപ്പ് അടിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇവളിങ്ങനെ ഓരോ സിറ്റുവേഷനിലേക്ക് അവളെയും കൊണ്ട്, അതായത് ഏന യൂജോങ്ങിനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിടുന്നത്. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്.
അങ്ങനെ അവിടെ വെച്ച് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏനാണെന്നുണ്ടെങ്കിൽ ഹേസോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവുന്ന ഇത്ര ആഗ്രഹം എന്നൊക്കെ. അപ്പോൾ അവർ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏന യൂജോങ്ങിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹേസോങ്ങിന് ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി ആരും അറിയാതെ നിങ്ങൾ ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഏന അവിടെ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഹേസോങ്ങും യൂജോങ്ങും ആണെന്നുണ്ടെങ്കിൽ ഷോക്കാവുന്നുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഇപ്പോൾ ഏനയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഏന പറയുന്നുണ്ട്, നീ പോയിട്ട് ഒരു ഷൂ വാങ്ങിച്ചു വന്നേ, എനിക്ക് ഹീൽസ് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഹേസോങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കാർഡ് അവളുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിയിട്ട് പറയും, നിനക്ക് വേണ്ടി ഇത്തവണ ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷേ ഇനി ഇത് മേലാൽ ആവർത്തിക്കരുതെന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തോ ഉണ്ടല്ലേ എന്നൊക്കെ അവൾ പറയും. എന്തായാലും ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഏന നമ്മുടെ യൂജോങ്ങിനോടും ഹേസോങ്ങിനോടും ബായ് പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഹേസോങ്ങിന് മനസ്സിലായിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ടാണ് ഇവൾ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഹേസോങ്ങിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹേസോങ് യൂജോങ്ങിനോട് പറയുമ്പോൾ അവൾ പറയും, അതെ ഇപ്പോഴെങ്കിലും ചേട്ടന് മനസ്സിലായല്ലോ, ശരിക്കും ഞാൻ അവളുടെ ഒരു സെർവൻറ്റിനെ പോലെ, എനിക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആവാനായിട്ട്, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം മാത്രമാണ് അവൾ എന്നെ ഈ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. ഞാൻ ശരിക്കും അവളുടെ ഒരു സെർവൻറ്റിനെ പോലെയാണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചേട്ടൻ ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരരുത്, ഇതാരുമായിട്ട് ഷെയർ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. ഏന നേരെ പോകുന്നത് ചെയർവുമൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഹേസോങ്ങിനെ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറാക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹേസോങ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആയിട്ടുള്ളത് ഏനയുടെ അടുത്ത് മ്യോങ്ജു പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം നിന്നോട് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ അത് അറിയാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് നീ ഇത് അറിയണ്ടെന്നാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് നിൻ്റെ കൂടെ യൂജോങ്ങിനെ കൊണ്ടുപോയേ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് പതുങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യം അറിയില്ല എന്ന് നീ കരുതിയോ? നിന്നെപ്പറ്റി എനിക്കറിയാത്തതായിട്ട് ഒന്നുമില്ല മോളെ, അതുകൊണ്ട് ഇനി മേലാൽ നീ അവളെയും കൂട്ടി ഒരു സ്ഥലത്തും പോകരുത്. ഇപ്പോൾ അവൾ നിൻ്റെ സ്ഥാനം വരെ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. അതായത് നമ്മുടെ യൂജോങ്ങിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏന പറയുന്നുണ്ട്, യൂജോങ് ഇല്ലാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ യൂജോങ്ങിനെയും കൂട്ടി എല്ലാ സ്ഥലത്തും പോകുന്നതെന്ന്. ഇത് ശരിക്കും ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഏന. അത് മാത്രമല്ല, നീ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ അവളെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏന ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അവളുടെ ഒരു ഫ്രണ്ടാണല്ലോ യൂജോങ്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഒരു ബോസ് ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. അവളുടെ മുന്നിൽ നീ എപ്പോഴും ഒരു ബോസിനെ പോലെ ബിഹേവ് ചെയ്യണം. തൻ്റെ ഓണർക്ക് നേരെ ഡോഗ് കുരയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഓണർ ആ ഡോഗിനെ തന്നെ വേണ്ടാന്ന് വെക്കണം. അപ്പോൾ നീയും ഇനി മേലാൽ അവളുടെ കൂടെ കൂട്ടുകൂടാനോ നിൻ്റെ സ്ഥാനം അവൾ ഏറ്റെടുക്കാനോ ഒന്നും വിട്ടുകൊടുക്കരുത്. എപ്പോഴും നിൻ്റെ സ്ഥാനം നീ ഉറപ്പ് വരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവളെ കൊണ്ട് പ്രോമിസും ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ, രാത്രിയായപ്പോൾ ആരും കാണാതെ പമ്മിയും പതുങ്ങിയും നമ്മുടെ ഹേസോങ് ഇപ്പോൾ ആ ക്ലോക്കിൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ കീ ഉപയോഗിച്ചിട്ട് ആ ഒരു ക്ലോക്ക് തുറക്കും. ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവൻ്റെ ഡോറിൻ്റെ അടിയിലൂടെ ആരോ ഒരു ലെറ്റർ അവിടെ ഇട്ടിട്ട് പോവുക. ഉടനെ തന്നെ അവൻ ആ ലെറ്റർ എടുത്തിട്ട് ആരാണ് തന്നെ ഫോളോ ചെയ്ത് വന്നതെന്ന് നോക്കാൻ വേണ്ടി പോവുമായിരിക്കും. അപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല. ഉടനെ തന്നെ ആ ലെറ്റർ അവൻ തുറന്ന് വായിക്കുമ്പോൾ, ഹലോ മിസ്റ്റർ NIS ഏജൻറ്റ് ജങ് ഹേസോങ് എന്നായിരിക്കും കേട്ടോ ഉണ്ടാവുക. അതായത് നമ്മുടെ ഹേസോങ് ഒരു NIS ഏജൻറ്റാണ്, ആർക്കോ ആ സ്കൂളിൽ അറിയാം എന്നുള്ളത് ഇപ്പോൾ ഹേസോങ്ങിന് മനസ്സിലായിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ ആൻസോക്കോനെയും കൂട്ടിയിട്ട് നേരെ ഓഫീസറുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഓഫീസർ കിമ്മിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയും, എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ആരോ അറിഞ്ഞിട്ടുണ്ട്, ഈ കാര്യം ലീക്കായിട്ടുണ്ട്, ഇത് നമ്മുടെ മിഷനെ ബാധിക്കുമെന്നൊക്കെ. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരാളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഇത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, ഇതാരാണ് ഈ ഒരു ആൾ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു, അതെൻ്റെ ഉത്തരവാദിത്വമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിലെത്തിയിട്ട് CCTV ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഹേസോങ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവൻ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ആ സമയത്തെ ഡീറ്റെയിൽസ് ആരോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഹേസോങ്ങിനൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. ഹലോ മിസ്റ്റർ NIS ഏജൻറ്റ് ഹേസോങ്, നമുക്കൊന്ന് കാണണം എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് ആ സ്കൂളിലെ സെക്യൂരിറ്റിയാണ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഹേസോങ് ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ അവൻ ചോദിക്കും, അപ്പോൾ നിങ്ങളാണോ എനിക്ക് ആ ലെറ്റർ അയച്ചതെന്ന്? എന്തായാലും എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.
നീ ഉടനെ തന്നെ സ്കൂൾ റൂഫ് ടോപ്പിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹേസോങ് റൂഫ് ടോപ്പിലേക്ക് പോകാൻ സ്കൂളിൻ്റെ റൂഫ് ടോപ്പിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമായിരിക്കും കേട്ടോ. ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ആ ക്ലോക്ക് ബെല്ലടിക്കുമ്പോൾ മിന്നു പറഞ്ഞ കഥ പ്രേതകഥ ആലോചിച്ചിട്ട് നമ്മുടെ ഹേസോങ് ഒരു നിമിഷം അവിടെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ അവൻ്റെ പിന്നിലായിട്ട് ഒരാൾ വന്ന് വീഴുന്നുണ്ട്. നോക്കുമ്പോൾ ആ സെക്യൂരിറ്റി ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹേസോങ് ആകെ പതറി നിൽക്കുകയാണ്. കാരണം തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടുള്ള സെക്യൂരിറ്റി എന്തിനായിരിക്കും ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഇവനെ ആരെങ്കിലും കൊന്നതാണെന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. ഒരു നിമിഷം അവൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴായിരിക്കും ആ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ഒരു ഡയറി ഇവൻ ശ്രദ്ധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയറി നമ്മുടെ ഹേസോങ്ങിൻ്റെ അച്ഛൻ്റെ ഡയറിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഹേസോങ്ങിൻ്റെ അച്ഛൻ അന്ന് അവസാനമായിട്ട് ഹേസോങ്ങിനോട് ബായ് പറഞ്ഞിറങ്ങുമ്പോൾ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഒരു ബുക്ക്, ഒരു ഡയറി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡയറിയാണ് കേട്ടോ ഇയാളുടെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നത്. അത് കാണുമ്പോൾ അവനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഉടനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സുവ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളുടെ നേരെ ഒരു ഫുട്ബോൾ വന്നിട്ട് വീഴാൻ പോകുമ്പോൾ ഹേസോങ്ങിൻ്റെ അച്ഛൻ വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ബോങ്ജ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹേസോങ് ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹേസോങ്ങും സുവയും ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അതുമാത്രമല്ല സുവേനെ ചെറുപ്പത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് ബോങ്ജ എന്നാണ്. ഉടനെ തന്നെ അവൾ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല സിയോൺ എന്ന്. ശരിക്കും പറഞ്ഞാൽ സിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹേസോങ്ങിൻ്റെ ഒറിജിനൽ പേരാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിന്നെ പറ്റി എൻ്റെ സിയോൺ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, വാ നമുക്ക് ഫുഡ് കഴിച്ച് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സുവ ഇപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് പിടിച്ചിട്ട് ഷോക്കായി നിൽക്കുന്നതാണ്. ആ ഒരു ബുക്കിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹേസോങ്ങിൻ്റെ അച്ഛൻ ഈ സ്കൂളിലുള്ള പണ്ടത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. ഹേസോങ്ങിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ NIS ഏജൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ സ്കൂളിലുള്ള ഒരു ഡയറിയിൽ ഇയാളുടെ ഫോട്ടോ വരുത്തുന്നതൊക്കെ ആലോചിച്ചിട്ട് സുവ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഹേസോങ്ങിൻ്റെ അച്ഛൻ ആരായിരുന്നു, അയാൾ ജീവനോടെ ഇരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ, ഹേസോങ്ങിനെ മീറ്റ് ചെയ്യാൻ വന്ന ആ സെക്യൂരിറ്റിക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുവരെയ്ക്ക് ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.